ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവധിക്കുട്ടിച്ചായൻ അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നത് കണ്ട് സ്റ്റാലിന് സംശയമായി. വിഷയം വിട്ടുകളഞ്ഞുവോ, അതോ മദ്യം തലയ്ക്ക് പിടിച്ചോ? അപ്പച്ചൻ്റെ മറുപടിക്ക് വേണ്ടിയാ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത്. സ്റ്റാലിൻ അക്ഷമനായി. അവധിക്കുട്ടിച്ചായൻ ഒന്നനങ്ങി, മുരടനക്കി. ഞാൻ ആലോചിക്കുമായിരുന്നു. പണ്ടാണെങ്കിൽ വെട്ടൊന്ന് മുറി രണ്ടെന്നാ എൻ്റെ തീരുമാനം. ഇപ്പം കാലം മാറിയില്ലേ, എന്തെല്ലാം നോക്കണം. കുറേ നേരം മെനക്കെട്ടിരുന്ന് ആലോചിച്ചാൽ അപ്പച്ചന് ഉത്തരം കിട്ടുമോ? നീ പറഞ്ഞതൊക്കെ സത്യമാണോ ലാലിച്ച? അതാ എനിക്ക് ആദ്യം അറിയേണ്ടത്. പിന്നെ തമാശ പറയാൻ വേണ്ടിയാണോ ഞാൻ അപ്പച്ചനെ കാർ അയച്ചു വരുത്തിയത്? വൃദ്ധൻ ആലോചനയോടെ മൂളി. ഇപ്പം എവിടെയുണ്ട് ആ കുട്ടി? ഒരു വീട്ടിൽ വേലക്കാരിയായി നിൽക്കുന്നു. ഏത് വീട്ടിൽ? അത് ഞാൻ പിന്നീട് പറയാം. അവൾ നിന്റെ മകളാണെന്ന് ആർക്കൊക്കെ അറിയാം? ആ വീട്ടിലെ കുടുംബനാഥൻ അറിയാം. അയാൾ എങ്ങനെ അറിഞ്ഞു? അത് മറ്റൊരു കഥയാ. അയാൾക്ക് കഴക്കൂട്ടത്തെ അനാഥാലയം നടത്തിയിരുന്ന ബ്രിജിത്താമ്മ എന്ന സ്ത്രീയെ പരിചയമുണ്ടായിരുന്നു എന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. ബ്രിജിത്താമ്മ. ഓർമ്മയിൽ നിന്നെന്ന വണ്ണം ഔതുക്കുട്ടിച്ചായൻ ആ പേര് ഉച്ചരിച്ചു. അപ്പച്ചന് പരിചയമുണ്ടോ? ഔതുക്കുട്ടിച്ചായൻ പെട്ടെന്ന് തല വെട്ടിച്ചു. ഇല്ലില്ല, ഞാൻ അങ്ങനെ പരിചയപ്പെടാനാ? ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പറഞ്ഞത് കള്ളമാണെന്ന് സ്റ്റാലിന് തോന്നി. ബ്രിജിത്താമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അത് കൊള്ളാം, അത് നന്നായി. മറ്റെന്തോ ആലോചിക്കുന്നതിനിടയിൽ ഔതിക്കുട്ടിച്ചായൻ യന്ത്രികമായി പറഞ്ഞു. ബ്രിജിത്താമ്മ മരിച്ചതാണോ നന്നായത്? അവർക്ക് വൃക്കരോഗമായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വൃദ്ധൻ നിഷേധ രൂപേണ തലയാട്ടി. ആ കുട്ടിക്ക് അറിയാമോ നീയാണ് അയാളുടെ അപ്പനെന്ന്? ഇല്ല, മറ്റാർക്കൊക്കെ അറിയാം? ഞാൻ ആദ്യം പറഞ്ഞ കുടുംബനാഥന് മാത്രമേ അറിയൂ. അയാൾ എവിടുത്തുകാരനാ? പാല. ഔതിക്കുട്ടിച്ചായൻ ആശ്ചര്യത്തോടെ പറഞ്ഞു. അവിടുന്ന് ഒരാൾ ഒരു കാറിൽ പുനലൂര് വന്ന് എൻ്റെ അടുത്ത് നിന്റെ അഡ്രസ്സും ഫോൺ നമ്പരും ചോദിച്ചു. ബിസിനസ്സുകാരനാണെന്നാ പറഞ്ഞത്. അയാളുടെ പേര് ഞാൻ മറന്നു. ബാലചന്ദ്ര മേനോൻ. ആഹാ, അങ്ങനെ എന്തോ പേരാ. നിന്റെ പഴയ കൂട്ടുകാരനാണെന്നും ആഗ്രയിൽ വെച്ചുള്ള പരിചയമാണെന്നും പറഞ്ഞു. നീയും ആ പാലക്കാരി പെണ്ണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യവും എടുത്തു പറഞ്ഞു. എന്നാണ് സംഭവം? 2-3 ദിവസം മുൻപാ. നീ ആ പാലക്കാരി പെണ്ണിനെയല്ലേ കല്യാണം കഴിച്ചതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലെന്ന്. ആ പെണ്ണ് ഗർഭിണിയായിരുന്നല്ലോ. അവൾ പ്രസവിച്ചെങ്കിലും ഇപ്പം 10-24 വയസ്സുള്ള ഒരു കുട്ടി കാണുമല്ലോ എന്നൊക്കെ അയാൾ സൂചിപ്പിച്ചു. അപ്പച്ചൻ്റെ അടുത്തുനിന്ന് അഡ്രസ്സും വാങ്ങി അയാൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. എന്താ അയാളുടെ ഉദ്ദേശം? ആ പെൺകുട്ടിയെ വെച്ച് വിലപേശലാണോ? വിലപേശലൊന്നുമല്ല. ഒന്നുകിൽ ഞാൻ അവളെ മകളായി അംഗീകരിച്ചു സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഒരു ഉപദ്രവത്തിനും വരില്ല. ഒരു മകൾ എനിക്കുണ്ടെന്ന് അറിയിക്കുക. സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഏൽപ്പിച്ചു തരിക, അത്രയുള്ളൂ. അതിലെന്തോ ഒരു ഒളിച്ചുകളിയുണ്ടല്ലോ. മകളാണെന്ന് അംഗീകരിച്ചിട്ട് ഓഹരി ചോദിക്കാനാണോ? അതിന് എൻ്റെ അംഗീകാരം വേണ്ടല്ലോ. പിതൃത്വം തെളിയിക്കാനുള്ള മാർഗങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. നീ അയാളോട് എന്തു പറഞ്ഞയച്ചു? എനിക്ക് ആലോചിക്കണമെന്ന്. ശല്യത്തിനൊന്നും വരില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. നിനക്ക് അങ്ങനെയൊരു മകളില്ലായിരുന്നു. ഇത്രയും കാലം പറഞ്ഞിട്ടില്ല. ഇനി അറിയാൻ വേണ്ട. അത് അപ്പച്ചൻ്റെ ന്യായം. അപ്പനും അമ്മയും ആരാണെന്നറിയാതെ അനാഥാലയത്തിൽ വളർന്നു പ്രായമായ മകളുണ്ട് എന്ന ഓർമ്മ എനിക്കൊരു മനസാക്ഷിക്കുത്താണ്. നിന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ സത്യമാണ് പറഞ്ഞതെന്ന് നമുക്ക് തീർച്ചയില്ലല്ലോ. സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ഔതുക്കുട്ടിച്ചായൻ അല്പനേരം ചിന്താതീതനായിരുന്നു. ലാലിച്ച, നിന്റെ ഈ പ്രായത്തിൽ ഒരിക്കലും തീരാത്തൊരു മനസമാധാനക്കേടുണ്ടാക്കണോ? നിനക്ക് കല്യാണത്തിന് മുൻപേ ഒരു മകളുണ്ടെന്ന് സ്ഥാപിച്ചതുകൊണ്ട് ആർക്കാ ലാഭം? നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? മനുഷ്യരുടെ മുമ്പിൽ നിന്റെ വിലയിടിയും. നിന്റെ മക്കളുടെ മുമ്പിലും നീ തരം താണു പോകും. അപ്പച്ചൻ പറയുന്നത് ശരിയാണ്. പക്ഷേ എന്തു പക്ഷേ? ഇപ്പം തന്നെ നിനക്ക് ആവശ്യത്തിന് മിച്ചം പ്രശ്നങ്ങളുണ്ട്. സൗകര്യം കിട്ടാൻ വേണ്ടിയാ നീ ഈ തോട്ടത്തിൽ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൂര്യക്കേടുകൂടി വലിച്ചു വെക്കണോ? അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെയും വൈജയുടെയും ചോരയിൽ ജനിച്ച ഒരു കുട്ടി അനാഥാലയത്തിൽ 23 വർഷം, അതും ഒരു പെൺകുഞ്ഞ്. 2-3 ദിവസമായി ഞാൻ ഇത് തന്നെ ആലോചിക്കുകയാ. നമുക്കൊരു സമാധാനം കിട്ടണ്ടേ? നിനക്ക് മക്കളില്ലായിരുന്നെങ്കിൽ പിന്നെ പോട്ടെന്ന് വെക്കായിരുന്നു. ഇതിപ്പം ആവശ്യത്തിന് മിച്ചവും ഉണ്ടല്ലോ. പെണ്ണിന് പെണ്ണ്, ആണിനാണ്. എന്തിൻ്റെ കുറവാ നിനക്ക്? ഇനിയിപ്പോൾ കല്യാണത്തിന് മുൻപത്തെ ബന്ധത്തിൽ പിഴച്ചുണ്ടായ ഒരെണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാനാ? പിഴച്ചുണ്ടായത് നിങ്ങളുടെ കണ്ണിൽ കൂടി നോക്കുമ്പോഴാണ്. എനിക്ക് ഏതു സ്ത്രീയിൽ ജനിച്ചാലും എൻ്റെ മറ്റു മക്കളെപ്പോലെ തന്നെയല്ലേ. അതിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് താമസിപ്പിക്കാൻ പ്ലാനുണ്ടോ നിനക്ക്? ഔതുക്കുട്ടിച്ചായൻ മകനെ സൂക്ഷിച്ചു നോക്കി. സ്റ്റാൻലി മറുപടി പറഞ്ഞില്ല. നിന്റെ മക്കൾക്ക് നിന്നോട് ഉള്ള സ്നേഹം കൂടെ ഇല്ലാതാകുകയെ ഔതുക്കുട്ടിച്ചായൻ മുന്നറിയിപ്പ് നൽകി. 4 ആൾ കേട്ട അവർക്ക് നാണക്കേടല്ലേ ലാലിച്ച? വിട്ടുകള. അതല്ലെങ്കിൽ കുറച്ച് രൂപ കൊടുത്തേക്ക്. അതെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളും.
ഏതായാലും തന്തയും തള്ളയുമൊന്നും ഇല്ലാതെ ഇത്രയും നാൾ ജീവിച്ചില്ലേ. അതുമാത്രമല്ല, റീത്ത ഇതറിഞ്ഞാൽ ഭൂകമ്പമുണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ അവളുടെ വീട്ടുകാർക്ക് നിന്നെ തീരെ പിടുത്തമല്ല. ഉള്ള കാര്യം പറയാവല്ലോ ലാലിച്ച, എനിക്കിഷ്ടമല്ല ഇത്രയും നാളുമില്ലാത്ത ഈ ഒരു ബന്ധം നീ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. നിന്റെ അനിയന്മാർക്കും പെങ്ങന്മാർക്കും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. സ്റ്റാലിൻ ഔദ്യക്കുട്ടിച്ചായൻ്റെയും തൻ്റെയും ക്ലാസ്സുകളിൽ വീണ്ടും മദ്യം പകർന്നു. എനിക്ക് ഉടനെ ഒരു മറുപടി കൊടുത്തേ പറ്റൂ. നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ലെന്ന് തന്നെ പറഞ്ഞേക്ക്. ഔദ്യക്കുട്ടിച്ചായൻ ഒരു തീർപ്പുണ്ടാക്കിയ മട്ടിൽ പറഞ്ഞു. തൻ്റെ ഗ്ലാസ് കയ്യിലെടുത്തു. അപ്പച്ചൻ ഈ വിവരങ്ങളൊന്നും ഉടനെ ആരോടും പറയരുത്, പ്രത്യേകിച്ച് ആൽബിയോടും റോബിയോടും. രണ്ടും കഴമ്പില്ലാത്തവരാണ്. തൽക്കാലം ഇതെല്ലാം അപ്പച്ചൻ്റെ മനസ്സിലിരുന്നാൽ മതി. ഇത് ഞാൻ നിന്നോട് പറയാൻ പോവായിരുന്നു. 10-24 കൊല്ലം എൻ്റെ മനസ്സിലിരുന്നില്ലേ? എന്നിട്ട് ആരെങ്കിലും അറിഞ്ഞോ? തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും എനിക്കറിയാം. ഔദ്യക്കുട്ടിച്ചായൻ ഗ്ലാസ്സിലുള്ളത് മൂന്തി. എനിക്കിനി ഒഴിക്കണ്ട, മതി. അയാൾ ഗ്ലാസ് കമിഴ്ത്തി വെച്ചു. ദിവസങ്ങൾക്ക് ശേഷം ശിവേട്ടൻ വീട്ടിലേക്ക് വന്നു. ബാലചന്ദ്രനോട് പറഞ്ഞു, നിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു അലീനെ ഇവിടുന്ന് പറഞ്ഞയച്ചോ എന്ന്. എന്നിട്ട് വേണം അവൾക്ക് ഫാമിലി കോർട്ടിൽ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ചുമ്മാ പോകാൻ പറ ശിവേട്ടാ. ഫാമിലി കോർട്ടിൽ വെച്ച് നമുക്ക് കുറച്ച് വിഴുപ്പലക്കാം. നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ല രസമായിരിക്കും. നീ എന്നോട് അങ്ങനെയല്ലല്ലോ ബാലചന്ദ്ര കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അലീനയെ പറഞ്ഞയക്കാമെന്നല്ലേ? നാഴികയ്ക്ക് 40 വട്ടം മാറ്റി പറയുന്ന സ്വഭാവം നിനക്ക് എന്ന് തുടങ്ങി? ആര് മാറ്റി പറഞ്ഞു? ശിവേട്ടനോട് പറഞ്ഞ ഒരാഴ്ച ഇന്ന് തികയുന്നതേ ഉള്ളൂ. നാളെയും മറ്റന്നാളും കൂടി അലീന ഇവിടെ ഉണ്ടാകും. അതിൻ്റെ അടുത്ത ദിവസമേ അവൾ പോകുന്നുള്ളൂ. നീ പറഞ്ഞതിന് ഇനി മാറ്റമൊന്നുമില്ലല്ലോ? എൻ്റെ വാക്കിന് മാറ്റം വരില്ല. ഞാൻ ഇക്കാര്യം ഇപ്പം തന്നെ ജയന്തിയോട് പറയാൻ പോകുക. അങ്കിളിന് വേറെ പണിയൊന്നുമില്ലേ? ബബിത അമർഷം പൂണ്ടു. അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് ആർക്കാ ഇത്ര നിർബന്ധം? നിന്റെ അമ്മയ്ക്ക്. അങ്കിളാണോ അമ്മയുടെ വക്കാലത്ത് പിടിച്ചിരിക്കണേ? നിനക്കൊന്നും നിന്റെ പെറ്റമ്മയെ വേണ്ടെങ്കിൽ ആ വിവരം അവളോട് തുറന്നു പറഞ്ഞേക്കിടി. നന്ദിയും കൂറുമില്ലാത്ത ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ ജീവിക്കാൻ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ശിവശങ്കര മേനോൻ എഴുന്നേറ്റു. അലീന ചായ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിരുന്നു. ചായ? അവൾ പറഞ്ഞു. വേണ്ട. ശിവശങ്കര മേനോൻ തിരിഞ്ഞു നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദവും കേട്ടു. ഇനി 2 ദിവസം കൂടിയേ അലീന ചേച്ചി ഇവിടെ ഉണ്ടാവുള്ളൂ അച്ഛാ? കൃഷ്ണജ വേവലാതിയോട് ചോദിച്ചു. അലീന ബാലചന്ദ്രനെ നോക്കി. രോഹിത്തിൻ്റെയും ബബിതയുടെയും നോട്ടം ബാലചന്ദ്ര മേനോൻ്റെ മുഖത്ത് തറച്ചു. അത്രയും ഉണ്ടാവൂ, ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. ചേച്ചിയെ എവിടേക്കാണ് പറഞ്ഞയക്കുന്നത്? കൃഷ്ണജ വീണ്ടും ചോദിച്ചു. അതും 2 ദിവസത്തിനുള്ളിൽ നിശ്ചയിക്കും. വേറെ മാർഗമൊന്നുമില്ലേ അച്ഛ? ബബിത ആശങ്കപ്പെട്ടു. നിങ്ങളും കേട്ടതല്ലേ ശിവേട്ടൻ വന്ന് പറഞ്ഞത്? അച്ഛൻ എന്തിനാ ഇതൊക്കെ സമ്മതിച്ചത്? അവൾ രോക്ഷാകുലയായി. ഞാൻ സമ്മതിച്ചിട്ടാണോ? ഇവൾക്കല്ലേ പോകണമെന്ന് നിർബന്ധം? ബാലചന്ദ്രൻ കുറ്റപ്പെടുത്തും വിധം അലീനയെ നോക്കി. മറ്റുള്ളവർക്കുകൂടി അവളിലേക്ക് ദൃഷ്ടിയൂന്നിയതോടെ അലീന പിന്തിരിഞ്ഞു പോയി കളഞ്ഞു. ബാലചന്ദ്ര മേനോനും എഴുന്നേറ്റ് പോയി. ഊണുമേശയിൽ വിഷാദ ചെവി ഒരു നിശബ്ദത തളം കെട്ടി. നമുക്കൊരു കാര്യം ചെയ്താലോ? വിരൽ ഞൊട്ടിഞ്ഞൊടിച്ച് ബബിത ഉത്സാഹത്തോടെ പറഞ്ഞു. നമുക്ക് 3 പേർക്കും കൂടി പോയി അമ്മയെ ചെന്ന് കാണാം. എന്നിട്ട് രോഹിത് നെറ്റി തുളിച്ചു. അലീന ചേച്ചിക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് വാദിക്കുന്നു. അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്താ? നോക്കാം. രോഹിത് തലകുലുക്കി. ഊവെന്ന കൃഷ്ണജിയും തലയാട്ടി. നമ്പർ ഡയൽ ചെയ്തിട്ട് അലീന റിസീവറും കയ്യിൽ പിടിച്ച് കാത്തുനിന്നു. മറുവശത്ത് റിങ് ചെയ്യുന്നുണ്ട്. അലീന കാതോർത്തു. ഹലോ. മണിശങ്കറിൻ്റെ സ്വരം. മനുവേട്ട, അലീനയാ. ഹായ് അലീന, എന്താണ് വിശേഷം? അവൻ്റെ സ്വരത്തിലെ ആഹ്ലാദത്തിൽ നിന്ന് അവൾ അത് തിരിച്ചറിഞ്ഞു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ലേ എന്നെ വിളിക്കൂ. ഒരു സ്നേഹാന്വേഷണത്തിന് വേണ്ടി വിളിക്കാറില്ലല്ലോ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് സ്നേഹമുള്ളത് കൊണ്ടല്ലേ മനുവേട്ട? ആണോ? അതൊരു വഴിപാട് കഴിക്കലല്ലേ? ഞാൻ എന്തൊക്കെ ചെയ്താലും മനുവേട്ടന് പിന്നെയും പരാതിയുള്ളൂ. എനിക്ക് എത്ര കിട്ടിയാലും പോരാന്നുള്ള തോന്നലാ. എനിക്ക് സ്നേഹം വേണം. നീ തരുന്ന ഇത്തിരി സ്നേഹം ഒരാഴ്ച മുഴുവൻ പട്ടിണി കിടക്കുന്നവന് കിട്ടുന്ന മിഠായി കഷ്ണം പോലെയാണ്. നാക്കത്തേക്ക് വയ്ക്കുമ്പോഴേ അലിഞ്ഞു തീർന്നു പോകുന്നു. ഈ പട്ടിണിക്കാരനെ ഇനി എന്തെടുക്കൊണ്ട് തൃപ്തിപ്പെടുത്തും? ദിനോസറിൻ്റെ മുട്ട കിട്ടിയിരുന്നെങ്കിൽ ഒരെണ്ണം പുഴുങ്ങിത്തരാമായിരുന്നു. അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കളിയാക്കല്ലേ മോളെ. പൂച്ചയ്ക്ക് വിളയാട്ട്, എലിക്ക് പ്രാണവേദന. അതുപോട്ടെ, നിനക്ക് സുഖാണോടി അവിടെ? ഇതുവരെ സുഖമായിരുന്നു. അതിലെന്താ ഒരു ദുരർത്ഥമുണ്ടല്ലോ? ദുരർത്ഥമൊന്നുമില്ല. മനുവേട്ടന് സുഖമാണോ? എനിക്കെപ്പോഴും സുഖമല്ലേ. ഇനി പറ, എന്താ മുൻപേ പറഞ്ഞതിൻ്റെ അർത്ഥം? അവൾ അല്പസമയത്തെ മൗനത്തിന്
മൗനമായി നിന്നു. എന്നിട്ട് പതിയെ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാം മനുവേട്ട. പോവാണെന്നോ? എങ്ങോട്ട്? അത് അറിയില്ല. നിനക്കറിയെങ്കിൽ പിന്നെ ആർക്കറിയാം? അച്ഛനെ അറിയൂ. നീ എന്തൊക്കെയാ പെണ്ണേ പറയുന്നേ? ഇതാര് പറഞ്ഞു? അലീന മനുശങ്കറിനോട് ഫോണിലൂടെ വിശദാംശം വെളിപ്പെടുത്തി. നീ എന്താ ഇത് മുന്നേ എന്നോട് നേരത്തെ പറയാതിരുന്നത്? മനുശങ്കറിൻ്റെ ശബ്ദത്തിൽ ദേഷ്യത്തിൻ്റെയും ആശങ്കയുടെയും വിറയൽ അവൾ തിരിച്ചറിഞ്ഞു. ഒന്നും തീരുമാനിച്ചില്ല മനുവേട്ട, അതുകൊണ്ടാണ് പറയാഞ്ഞത്. 2 ദിവസം കൊണ്ട് എടുത്ത തീരുമാനമാണോ? അല്ല, ആലോചനയുണ്ടായിരുന്നെന്ന് നീ പറഞ്ഞില്ല. രോഹിത്തിനെയും കൂട്ടി എറണാകുളത്ത് പോയ വിവരം നീ പറഞ്ഞു. കൊല്ലത്ത് പോയതും പറഞ്ഞു. ചിന്നുമോളെ കണ്ടതും ബീച്ചിൽ പോയതും എല്ലാം പറഞ്ഞു. അപ്പോഴൊന്നും ഇക്കാര്യം മാത്രം. അപ്പോൾ നിന്റെ മനസ്സിൽ ഞാൻ അത്രയേ ഉള്ളൂ. ആരെയും വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച മനുവേട്ട ഞാൻ. വേണ്ട, നീ പോകുന്നെന്ന് പറഞ്ഞാൽ എനിക്കെന്താ വിഷമം? നീ എൻ്റെ ആരാ? ഒരു വിഷമവുമില്ല. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവും. ലൈൻ ഡിസ്കണക്റ്റായി. അലീന റിസീവറും കയ്യിൽ പിടിച്ച് ഏതാനും നിമിഷം ഇരുന്നു. പിന്നെ റിസീവർ വെച്ചിട്ട് നിറകണ്ണുകൾ തുടച്ചുകൊണ്ട് പിന്തിരിഞ്ഞു. ചുറ്റുവരാന്തിൽ എത്തിയപ്പോഴേക്കും വീണ്ടും ഫോൺ റിങ് ചെയ്തു. അലീന തിരക്കി ചെന്ന് റിസീവർ എടുത്തു. ഹലോ അലീന, മനുവേട്ടൻ്റെ ശബ്ദം. സോറി, നീ എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ട്. സോറി. അലീനയുടെ മിഴികൾ അപ്പോഴും നിറഞ്ഞു. ഞാൻ നിന്നു തന്നെ പുറപ്പെടും. ഞാൻ വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകാവൂ, കേട്ടല്ലോ? അലീന മൂളി. ലൈൻ മുറിഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ മുറ്റത്തെ കാറിൻ്റെ ഇരമ്പൽ കേട്ടു. അലീന പൂമുഖവാതിക്കൽ ചെന്ന് നോക്കി. കാർപോർച്ചിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് രോഹിത്തും ബബിതയും കൃഷ്ണജിയും ഇറങ്ങുന്നതേ ഉള്ളൂ. 3 പേരും സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ബബിത അലീനയെ നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് പോയി. അവരുടെ മുഖം കണ്ടപ്പോഴേ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. ഒന്നും ചോദിച്ച് അവരെ കൂടുതൽ വിഷമിപ്പിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. രോഹിത്ത് അവളുടെ നേർക്ക് നിരാശാത്യകിതമായി നോക്കി. തലയാട്ടിക്കാണിച്ച് മുകളിലേക്ക് പോയി. ലോബിയിൽ നിന്ന് ബാലചന്ദ്ര മേനോൻ അവനോട് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോന്നോ? ആ. അമ്മയുടെ വക സൽക്കാരമൊന്നും കിട്ടിയില്ലേ? അത് വേണ്ടുവോളം കിട്ടി. അവൾ എന്തു പറഞ്ഞു? അച്ഛൻ പ്രതീക്ഷിച്ചതുപോലെ കാറിൽ പെട്രോൾ കത്തിച്ചത് മിച്ചം. കൃഷ്ണജ ഊണുമേശയിലെ ജഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ചൂടുവെള്ളം പകർന്നു കുടിച്ചു. നിനക്ക് ചായ വേണോ? അലീന ചോദിച്ചു. വേണ്ട ചേച്ചി, അവൾ തന്ന സ്വരത്തിൽ പറഞ്ഞു. അമ്മയെ കണ്ടോ? ഓ കണ്ടു. നിങ്ങളോടൊക്കെ സ്നേഹമായിട്ട് പെരുമാറിയോ? ഓ സ്നേഹം. അമ്മയ്ക്ക് ദേഷ്യ എല്ലാവരോടും. ആ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. എന്തു പറഞ്ഞു? ഒരു രക്ഷയില്ലേ ചേച്ചി, അവർ വല്ലായ്മയോടെ പറഞ്ഞു. അലീന കൂടുതലൊന്നും ചോദിച്ചില്ല. അവൾ ബബിതയുടെ റൂമിൻ്റെ വാതിക്കൽ ചെന്ന് നോക്കി. കസേരയിൽ നിന്ന് മേശപ്പുറത്തേക്ക് തലവെച്ച് കവിഴ്ന്നു കിടക്കുകയാണ് ബബിത. അവളാണ് രോഹിത്തിനെയും കൃഷ്ണയെയും കൂട്ടിക്കൊണ്ട് പോകാനും തനിക്ക് വേണ്ടി സംസാരിക്കാനും മുൻകൈ എടുത്തതെന്ന് അലീനയ്ക്കറിയാം. അലീന മേശയ്ക്കരികെ ചെന്ന് നിന്നു. കവിൾത്തടം മേശപ്പുറത്തേക്ക് ചേർന്ന് കിടക്കുന്നതിനാൽ ബബിതയുടെ മുഖം ശരിക്ക് കാണാൻ വയ്യ. മുടി വീണ് മറിഞ്ഞിരിക്കുന്നു. അവളുടെ മുടി മാടി ഒതുക്കിയിട്ട് അലീന ആശ്വസിപ്പിച്ചു. സാരമില്ല. ബബിത മുഖം ചെരിച്ച് നിസ്സഹായതയോടെ അലീനയെ ഒന്ന് നോക്കി. പോയതൊക്കെ വെറുതെയായി. സാരമില്ല. അലീന അവളുടെ ക്യാബിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ബാലചന്ദ്ര മേനോൻ കണ്ടു. ജ്വല്ലറിയുടെ പാർക്കിംഗ് പ്ലേസിലേക്ക് ഒഴുകി വരുന്ന ചുവന്ന ബെൻസ് കാർ 2 കാറുകളുടെ മധ്യത്തിലേക്ക് വന്ന് അത് പാർക്ക് ചെയ്യുന്നു. ഡോർ തുറന്ന് ഒരാൾ അതിൽ നിന്ന് ഇറങ്ങുന്നു. ചാരനിറമുള്ള കോട്ടും സൂട്ടുമാണ് വേഷം. ബാലചന്ദ്ര മേനോൻ ആളെ തിരിച്ചറിഞ്ഞു. സ്റ്റാൻലി ജോസഫ്. കണ്ണാടി വാതിലിന് മുന്നിൽ നിന്ന സെക്യൂരിറ്റി ഗാർഡ് നന്നായി തലകുനിച്ച് ആഗതനെ വണങ്ങിയ ശേഷം ഡോർ തുറന്നു പിടിച്ചു. സ്റ്റാലിൻ ജോസഫ് അകത്തേക്ക് കയറിയതും ജ്വല്ലറിക്കുള്ളിലുണ്ടായിരുന്നവരുടെ എല്ലാം ശ്രദ്ധ അയാളുടെ മേൽ വീണു. അയാളുടെ വ്യക്തിപ്രഭാവവും അണിഞ്ഞിരുന്ന വേഷത്തിൻ്റെ പ്രൗഢിയും ആരുടെയും ദൃഷ്ടി 2 നിമിഷത്തേക്ക് കൂടി പിടിച്ചു നിർത്താൻ പോന്നതായിരുന്നു. 100, 150, 200 പവൻ്റെ ബിസിനസ് നടത്തിയേക്കാനിടയുള്ള ഒരു ക്ലയൻറ്റിനെ കിട്ടിപ്പോയി എന്ന് ധരിച്ച് ഗോവർദ്ധൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ആദരവോടെ ഉപചാരം പറഞ്ഞു. നമസ്കാരം സാർ, എന്താണ് വേണ്ടത്? ഓപ്പൺ ഷോക്കേസുകൾ ദാ അവിടെയാണ് സാർ. അപ്സ്റ്റെയറിലാണ് ഡയമണ്ട് ഗാലറി. എനിക്ക് മിസ്റ്റർ ബാലചന്ദ്ര മേനോനെ കാണണം. സ്വതസിദ്ധമായ ഗൗരവത്തിൽ സ്റ്റാൻലി ജോസഫ് പറഞ്ഞു. പ്ലീസ് 1 മിനിറ്റ്. ഗോവർദ്ധൻ ബാലചന്ദ്ര മേനോൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, ഗോവർദ്ധൻ പറഞ്ഞു. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോളൂ, ബാലചന്ദ്ര മേനോൻ നിർദ്ദേശിച്ചു. ഗോവർദ്ധൻ വന്ന് സ്റ്റാൻലി ജോസഫിനെ വിളിച്ച് ക്യാബിനിലേക്ക് കൊണ്ടുപോയി. ബാലചന്ദ്ര മേനോനെ നോക്കി സ്റ്റാൻലി അഭിവാദ്യം അർപ്പിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് നൂൺ. ഇരിക്കൂ. ബാലചന്ദ്രൻ ടേബിളിന് മുന്നിലെ കസേരയിലേക്ക് ആംഗ്യം കാട്ടി. ഗോവർദ്ധൻ പോയിക്കോളൂ, ബാലചന്ദ്ര മേനോൻ നിർദ്ദേശിച്ചു. 2 കപ്പ് ചായ വരുത്തിയാൽ കൊള്ളാം.
ഗോവർദ്ധൻ പോയി. എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? സ്റ്റാൻലി കസേരയിൽ ഇരുന്നിട്ട് ചോദിച്ചു. നിങ്ങളിൽ നിന്ന് ഞാൻ എന്തു പ്രതീക്ഷിക്കാൻ? വീദ്യം കൊണ്ട് കൂട്ടിമുട്ടേണ്ടി വന്ന രണ്ട് അപരിചിതരല്ലേ നമ്മൾ, ഞാനും നിങ്ങളും, ബാലചന്ദ്രൻ നിസ്സംഗതമായി പറഞ്ഞു. ഇവിടെ എങ്ങനെയുണ്ട് ബിസിനസ്? സ്റ്റാൻലി അങ്ങങ്ങ് നോക്കി. കടയ്ക്കുള്ളിലെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന 2 TV മോണിറ്ററുകൾ ബാലചന്ദ്രന്റെ മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല. സ്വർണം വാങ്ങാനെത്തിയവരെ, അവരുടെ മുന്നിൽ ജ്വല്ലറി നിരത്തുന്ന സെയിൽസ്മാൻമാരെയും കാണാം. ബിസിനസ് തരക്കേടില്ല. ഇത് ഓഫ് സീസൺ ആയതിനാൽ ചെറിയൊരു മടുപ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ബാലചന്ദ്രമേനോൻ പറഞ്ഞു. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിരുന്നു സംസാരിച്ചാലോ? എന്തെങ്കിലും ബാറിലോ റെസ്റ്റോറൻറ്റിലോ കഫേരിയിലോ? പാലായിൽ നിങ്ങളെ അറിയാവുന്ന 2 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ പഴയ കാമുകി വൈജയന്തിയും അവളുടെ സഹോദരൻ ശിവശങ്കര മേനോനും. അബദ്ധത്തിൽ പോലും നിങ്ങൾ അവരുടെ കണ്ണിൽ പെടുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല, ബാലചന്ദ്രമേനോൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഫ്രീ ആണോ? അല്ലല്ലോ. ഒറ്റ വാക്കിൽ തീരുന്ന വിഷയമല്ലേ നമുക്ക് തമ്മിൽ സംസാരിക്കാനുള്ളൂ. അലീനയെ മകളായി കൈയേൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ എന്ത് തീരുമാനിച്ചു? യെസ് ഓർ നോ? സ്റ്റാൻലി ഒന്ന് ഇളകിയിരുന്നു. ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെപ്പറ്റി കൂടുതലൊന്നും അറിയാൻ താല്പര്യമില്ല. അലീനയെ ഞാൻ ഏൽപ്പിച്ചു തരുന്നതോടെ എൻ്റെ കടമ കഴിഞ്ഞു. സ്റ്റാൻലി ബാലചന്ദ്രമേനോൻ്റെ അയവില്ലാത്ത മുഖത്തേക്ക് നോക്കി ചിന്താതീതനായിരുന്നു. പിന്നെ തന്നെത്താൻ തലകുലുക്കി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? അവളെ ദുഃഖിപ്പിക്കാതെ സംരക്ഷിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാവൂ. അവൾക്ക് എന്ത് സംഭവിച്ചാലും ചോദ്യം ചെയ്യാൻ ഞാനുണ്ടാവും. നേരിട്ട് അതിന് സാധിച്ചില്ലെങ്കിൽ കോടതിയിൽ പോകാൻ ഞാൻ മടിക്കില്ല. നിങ്ങൾക്ക് ഭയമാണോ മിസ്റ്റർ മേനോൻ? ഞാൻ അവളെ കൊണ്ടുള്ള ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വേണ്ടി വകവരുത്തി കളയുമെന്നോ മറ്റോ? ശാന്തമായ ചിരിയോടെ സ്റ്റാൻലി ചോദിച്ചു. നിങ്ങൾ മാന്യനായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അലീനയെ നിങ്ങൾ കുടുംബത്തിലേക്ക് ചേർക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായാൽ, നിങ്ങൾക്ക് അവളോട് നീതി കാണിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ വിവരം അറിയിക്കുക. ഞാൻ അവിടെ വന്ന് അവളെ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുക എന്നതാണ് ഞങ്ങൾ പട്ടാളക്കാരുടെ രീതി, സ്റ്റാൻലി കസേരയിൽ ചാരിയിരുന്നുകൊണ്ട് പറഞ്ഞു. ജ്വല്ലറിയിലെ ഒരു ജീവനക്കാരൻ 2 കപ്പ് ചായ കൊണ്ടുവന്നു. ടേബിളിന് മീതെ വെച്ചു. ചായ കഴിക്കുമല്ലോ അല്ലേ? ബാലചന്ദ്ര മേനോൻ ചോദിച്ചു. അയാൾ ചായക്കപ്പ് സ്റ്റാൻലിയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. സ്റ്റാൻലി ചായക്കപ്പ് കയ്യിലെടുത്ത് ചോദിച്ചു. അലീനയെ എപ്പോഴാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്? ഞാൻ ഇവിടെ വരണം? നിങ്ങൾ എങ്ങോട്ടും വരണമെന്നില്ല. അലീനയെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും, മിക്കവാറും നാളെ. അസൗകര്യമുണ്ടോ? എനിക്ക് യാതൊരു അസൗകര്യവുമില്ല. അലീനയ്ക്ക് അറിയുമോ അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? കുളത്തുപുഴയ്ക്ക് പോകുന്നൊരു സാധ്യത തെളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഞാൻ അറിയിച്ചിരുന്നു. ഞാൻ ആരാണെന്ന് അവളോട് പറഞ്ഞത്? ഇതുവരെയില്ല. പറയണ്ടേ? വേണം. അതെപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്ന് എനിക്കിതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്റ്റാൻലി തലകുലുക്കി. അല്പസമയം ആലോചിച്ചിരുന്നിട്ട് അയാൾ പറഞ്ഞു. എനിക്ക് അലീനയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അവൾ എൻ്റെ വീട്ടിലാണുള്ളത്. നിങ്ങളെ അവിടെ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. എൻ്റെ മക്കൾ നിങ്ങളെ കാണരുത്. നിങ്ങളുടെ പേര് പോലും അറിയരുത്. ബാലചന്ദ്രൻ മേനോൻ ചായക്കപ്പ് ചുണ്ടോടടുപ്പിച്ച് 2 കവിൾ കുടിച്ചു. ഞാൻ പ്രതീക്ഷയോടാണ് വന്നത്. എൻ്റെ മകളല്ലേ? എനിക്ക് കാണാൻ എത്രമാത്രം ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ബാലചന്ദ്രൻ മേനോൻ ഒരു കവിൾ ചായ കൂടി ഇറക്കി. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ ഇവിടേക്ക് വരുത്താം. പക്ഷേ നിങ്ങളെ അവൾ ഇവിടെ വെച്ച് കാണാതിരിക്കുന്നതാണ് നല്ലത്. വേണ്ട, ഞാൻ മാത്രം കണ്ടാൽ മതി. ബാലചന്ദ്രൻ മേനോൻ 2 നിമിഷം ആലോചിച്ചിട്ട് മേശവരിപ്പ് പൂട്ടി താക്കോലുമായി എഴുന്നേറ്റു. ഞാൻ ചെന്ന് കൊണ്ടുവരാം. നിങ്ങളിവിടെ ഇരുന്നാൽ മതി. ഈ മോണിറ്ററിൽ നിങ്ങൾക്ക് കാണാം. അയാൾ TV മോണിറ്ററുകൾ സ്റ്റാൻലി ജോസഫിന് നേരെ കാണത്തക്ക വിധം തിരിച്ചു വെച്ചു. ക്ലോസ്ഡ് സർക്യൂട്ട് TV മോണിറ്ററുകളായിരുന്നു അവ. ബാലചന്ദ്രൻ മേനോൻ സെൽഫോൺ എടുത്ത് വീട്ടിലെ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്ത രോഹിത്തിനോട് അലീനയ്ക്ക് കൊടുക്കാൻ നിർദ്ദേശിച്ചു. അലീന ലൈനിൽ വന്നപ്പോൾ അയാൾ പറഞ്ഞു. അച്ഛാ, മോളെ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരിക. നീ എൻ്റെ കൂടെ ടൗണിലേക്ക് പോരാൻ റെഡിയായി നിൽക്കണം. എന്തിനാ അച്ഛാ? അലീനയുടെ ചോദ്യം വന്നു. അത് സസ്പെൻസാ, പിന്നീട് പറയാം. അയാൾ കോൾ കട്ട് ചെയ്തു. അരമണിക്കൂർ സ്റ്റാൻലിയോട് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മേനോൻ ക്യാബിനിൽ നിന്നും ഇറങ്ങി. ഗോവർദ്ധനെ സമീപിച്ച് ക്യാബിനുള്ളിൽ ഇരിക്കുന്നത് തൻ്റെ സ്നേഹിതനാണെന്നും താൻ വീട്ടിൽ പോയിട്ട് വരുന്നത് വരെ അയാളോട്
അതും ഇതും ചോദിച്ചു ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നും പറഞ്ഞു. ബാലചന്ദ്ര മേനോൻ കാർ ഓടിച്ച് വീട്ടിലേക്ക് പോയി. സ്റ്റാൻലി കസേരയിൽ ചാരിയിരുന്നു. മോണിറ്ററുകളിൽ കടയിലെ കൊടുക്കൽ വാങ്ങലുകൾ കാണാമായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കെ എപ്പോഴും ജ്വല്ലറിയുടെ മുൻവാതിൽ കടന്നു വരുന്ന ബാലചന്ദ്ര മേനോന്റെ രൂപം അയാൾ കണ്ടു. പിന്നിൽ ഒരു പെൺകുട്ടിയുണ്ട്. ബാലചന്ദ്ര മേനോന്റെ മറവിലായിരുന്നതിനാൽ കാണാൻ വയ്യ. സ്റ്റാൻലി ആകാംക്ഷയോടെ മുന്നോട്ടാഞ്ഞിരുന്നു. TV മോണിറ്ററിലേക്ക് കണ്ണും നട്ടു. ബാലചന്ദ്ര മേനോനെ കൊണ്ട് ജീവനക്കാർ ബഹുമാനത്തോടെ വിധേയരായി നിൽക്കുന്നു. അയാൾ അവർക്കെന്തോ നിർദ്ദേശം നൽകുന്നു. ഒരു സെയിൽസ്മാൻ സ്വർണ്ണാഭരണങ്ങളടങ്ങിയ വലിയ ഡബ്ബുകൾ എടുത്ത് ടേബിളിന് മീതെ വയ്ക്കുന്നു. ബാലചന്ദ്ര മേനോൻ മുഖം തിരിച്ച് പിന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് സംസാരിക്കുന്നു. അവൾ മേശയ്ക്കടുത്തേക്ക് നീങ്ങി നിൽക്കുന്നു. ഇപ്പോൾ സ്റ്റാൻലിക്ക് ശരിക്കും കണ്ടു. അയാൾ അത്ഭുതസ്തബ്ധനായി. ടാനിയയുടെ മുഖം. ടാനിയയ്ക്ക് തൻ്റെ അമ്മച്ചിയുടെ മുഖച്ഛായയാണെന്നു പ്രായമുള്ള ബന്ധുക്കളെല്ലാം പറയാറുണ്ട്. ടാനിയയുടെ മുഖത്തിന് അല്പം വലിപ്പം കൂടുതലുണ്ടെന്നേയുള്ളൂ. അലീനയെയും ടാനിയയെയും ഒപ്പം നിർത്തിയ അത് ചേച്ചിയും അനുജത്തിയുമാണെന്ന് ആരും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട. സ്റ്റാൻലി അതിശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ചിരി കണ്ട് സ്റ്റാൻലി ആശ്ചര്യം കൂറി. അത് അമ്മച്ചിയുടെ ചിരി തന്നെ. മുഖചലനങ്ങൾ, കണ്ണുകളിലെ ആഗതമായ ശാന്തത, നെറ്റിത്തടത്തിൻ്റെ ഭംഗി. അമ്മച്ചി എന്തുമാത്രം പാവമായിരുന്നെന്നും അയാൾ ഓർത്തു. മരിച്ചുപോയ അമ്മയെക്കുറിച്ചുള്ള സ്മരണയിൽ അയാളുടെ കണ്ണുകൾ നനവ് ഊറുകയും മോണിറ്ററിലെ അലീനയുടെ മുഖത്തേക്ക് നോക്കവേ ആത്മഹർഷം പൂണ്ട് അറിയാതെ പുഞ്ചിരി തൂകുകയും ചെയ്തു. സ്റ്റാൻലി TV മോണിറ്ററുകൾ കുറച്ചുകൂടി തനിക്ക് അഭിമുഖമായി തിരിച്ചുവെച്ചു. സ്ക്രീനിൽ നിന്ന് അയാൾ കണ്ണെടുത്തതേയില്ല. അങ്ങനെ നോക്കിയിരിക്കെ ഒരു വികാരവൈശ്യം അയാളെ ബാധിച്ചു. തൻ്റെ മകൾ നീണ്ട 23 വർഷക്കാലം ഒരു അനാഥാലയത്തിലാണ് ജീവിച്ചതെന്ന ഓർമ്മ ഇടിനാദം പോലെ അയാളെ നടുക്കി. മുഷ്ടി ചുരുട്ടി അതിലേക്ക് ചൂണ്ടുകളമർത്തി കൈമുട്ട് മേശപ്പുറത്ത് ഊന്നി അങ്ങനെയിരിക്കെ അയാൾ കണ്ണ് നീർന്നതുപോലെ തോന്നി. താനൊരു പട്ടാളക്കാരനാണ്. അയാൾ മനസ്സിനെ ബലപ്പെടുത്താൻ ശ്രമിച്ചു. ഒരു സൈനികന്റെ മനസ്സ് ദുർബലമാകാൻ പാടില്ല. അവൻ വികാരാതീതനായി കൂടാ. അങ്ങനെയെല്ലാം ചിന്തിച്ചുവെങ്കിലും ഒടുവിൽ അയാൾ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് തുവാലയെടുത്ത് ഒരു മുൻകരുതലായി കയ്യിൽ വെച്ചു. സ്വർണ്ണവളകളുടെ ശേഖരത്തിൽ നിന്ന് അലീനയ്ക്ക് പാകമായ വളകൾ തിരഞ്ഞെടുക്കുകയായിരുന്നു ബാലചന്ദ്രൻ. നിനക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടം? അയാൾ ചോദിച്ചു. ഇതെന്തിനാ അച്ഛാ? അച്ഛൻ എനിക്ക് സ്വർണം എടുത്തു തരാൻ പോവാണോ? അലീന ചോദ്യഭാവത്തിൽ നോക്കി. ഇപ്പോഴെന്തായാലും ഞാൻ തരില്ല. തന്നാൽ നീ അതെല്ലാം കൊണ്ടുപോയി വിറ്റിട്ട് ധർമ്മശാലക്കാർക്ക് കൊടുക്കും. നിന്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ കുറച്ച് സ്വർണം കരുതി വെക്കുന്നുണ്ട്. അതിന് എൻ്റെ കല്യാണം ഉടനെയൊന്നുമില്ലല്ലോ. ഫാഷനും ഡിസൈനും ഒക്കെ ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെച്ചേക്കാം. അന്ന് നിന്നെ ഇതുപോലെ സൗകര്യത്തിൽ കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോഴേക്കും ഇതെല്ലാം ഓൾഡ് ഫാഷനായി പോവില്ലേ? എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്ക് അപ്പോഴപ്പോഴത്തെ ഫാഷനിലുള്ളത് തന്നെ വേണം, അലീന കുസൃതിയോടെ പറഞ്ഞു. അങ്ങനെ നിനക്ക് തോന്നിയ അന്ന് നീ അത് ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ കൊടുത്ത് മാറ്റിയെടുത്തോ. അച്ഛൻ എനിക്ക് സ്വർണ്ണമൊന്നും എടുത്തു തരണ്ട. നിർബന്ധമാണെങ്കിൽ ഇതിൻ്റെ ക്യാഷ് ഇങ്ങ് തന്നാൽ മതി. ഞാൻ എടുത്തോളും വേണ്ടതൊക്കെ. 10 രൂപ തികച്ച് നിനക്ക് ഞാൻ തരില്ല. ആ കോള് മനസ്സിൽ വെച്ചോ. ഡ്രിക്കെ മോളെ എവിടെയാണെങ്കിലും വണ്ടിക്കൂലി മാത്രം. അലീനയ്ക്ക് അത് കേട്ട് ചിരി വന്നു. എന്നാൽ അച്ഛനോട് ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് സ്വർണം വാഴൂല. അതെൻ്റെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിരിക്കും. അലീനയ്ക്ക് സ്വർണ്ണാഭരണങ്ങളിലൊന്നും കമ്പമില്ലെന്ന് കണ്ട് ബാലചന്ദ്ര മേനോൻ സ്വന്തം ഇഷ്ടപ്രകാരം ചില ഡിസൈനുകൾ സെലക്ട് ചെയ്തു. മോതിരങ്ങൾ, വളകൾ, കമ്മലുകൾ, ഗോൾഡ് ചെയിൻ, നെക്ലേസ് എന്നിവ അവളുടെ കാതിലും കഴുത്തിലും കയ്യിലും എല്ലാം വെച്ച് ഭംഗി നോക്കി. 6 രത്നങ്ങളുടെ ഫാഷനും ഡിസൈനും സെലക്ട് ചെയ്തു മാറ്റി. ബാലചന്ദ്ര മേനോൻ അലീനയുടെയും ഗോവർദ്ധൻ്റെ മുന്നിലെത്തിച്ചു. ഇനി ഇവളെ വീട്ടിൽ കൊണ്ടുപോയിടണം ഗോവർദ്ധൻ, അയാൾ നിർദ്ദേശിച്ചു. അച്ഛൻ വരുന്നില്ലേ വീട്ടിലേക്ക്? അലീന ചോദിച്ചു. എനിക്കൊരല്പം ജോലി കൂടി ബാക്കിയുണ്ട്. ആകെ കൂടി ഒരു ഒളിച്ചുകളിയുടെ സ്മെല്ലടിക്കുന്നുണ്ടല്ലോ അച്ഛാ, അലീന പറഞ്ഞു. ബാലചന്ദ്ര മേനോൻ പെട്ടെന്നൊരു മറുപടി കിട്ടിയില്ല. ശരി, ഞാൻ പോണു. അലീന ഇറങ്ങി. ഗോവർദ്ധൻ അവളെ കാറിൽ കയറ്റി കൊണ്ടുപോയി. ബാലചന്ദ്ര മേനോൻ കബിനിലേക്ക് ചെന്നു. തുവാല കൊണ്ട് മൂക്ക് തുടച്ച് സ്റ്റാൻലി കസേരയിൽ നിന്നും എഴുന്നേറ്റു. കണ്ടോ? ബാലചന്ദ്ര മേനോൻ അയാളോട് ചോദിച്ചു. സ്റ്റാൻലിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. വികാരവിക്ഷുബ്ധനായിരുന്നു അയാളുടെ മുഖം. കണ്ടിട്ട് എന്തു തോന്നി? നിങ്ങളുടെ മകളാണെന്നോ അല്ലെന്നോ? അവളെ മകളായി സ്വീകരിക്കണമെന്നോ സ്വീകരിക്കേണ്ടെന്നോ?
സ്റ്റാൻലി ഒന്നും മിണ്ടാതെ ബാലചന്ദ്രമേനോൻ്റെ നേർക്ക് കൈനീട്ടി. ഒന്നുറച്ചെങ്കിലും ബാലചന്ദ്രമേനോനും കൈനീട്ടി. ഷേക്ക് ഹാൻഡ് ചെയ്തു. സ്റ്റാൻലി പറഞ്ഞു, താങ്ക്സ് എലോട്ട്. ഗോഡ് ബ്ലെസ് യു. അയാൾ പോകാൻ ഭാവിച്ച് തിരിഞ്ഞു നിന്നു. അവളെ നാളെ തന്നെ എൻ്റെ അടുത്ത് എത്തിക്കുമല്ലോ? വൈകില്ലല്ലോ? ഇല്ല. ശരി, ഒരിക്കൽ കൂടി താങ്ക്സ്. സ്റ്റാൻലി ക്യാബിനിലേക്ക് ചെന്നു മെല്ലെ ഇറങ്ങി നടന്നുപോയി. ബാലചന്ദ്രമേനോൻ തൻ്റെ കസേരയിലേക്കിരുന്നു. മേശപ്പുറത്തെ CCTV മോണിറ്ററുകൾ തിരിഞ്ഞിരിക്കുകയാണ്. കടയിലെ ദൃശ്യങ്ങൾ കാണാൻ വയ്യ. അയാൾക്ക് കാണുകയും വേണ്ട. അലീനയുടെ കാര്യം തീരുമാനിക്കപ്പെട്ടു. ബാലചന്ദ്രമേനോന് തളർച്ച തോന്നി. വീണ്ടും താൻ തനിച്ചാകുന്നതുപോലെ.